സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ മെയിൻലി ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു CRT പഠിപ്പിച്ചു തരുമോ എന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ട് പാർട്ടായിട്ട് CRT ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടില് നമ്മൾ 4 അവറിൽ ട്രെയിൻ ചെയ്യുന്നതും, അതായത് 4 അവറിൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നതും, അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ 15 മിനിറ്റിൽ കൺഫർമേഷൻ എൻട്രിയും കാര്യങ്ങളൊക്കെ നോക്കി എൻട്രി എടുക്കുന്നതുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെ CRT കണ്ടെത്തുന്നുള്ളതും, അതോടൊപ്പം തന്നെ എങ്ങനെ നമ്മൾ 4 അവറിലോ 1 ഡേയിലോ എങ്ങനെ CRT കണ്ടെത്തിയിട്ട് അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ബേസിക്കും സെക്കൻഡ് പാർട്ട് അഡ്വാൻസും ആണ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഫസ്റ്റ് പാർട്ടിൽ ചാർട്ട് അനലൈസിങ്ങും ടെക്നിക്കൽ അനലൈസും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. സോ CRTന്റെ ഫുൾ ട്രെയിനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലെറ്റ്സ് റോൾ ഓൺ. സോ ഓക്കെ ഗൈസ്, സോ ഒരു എഡിറ്റിംഗും ഇല്ല, ഒന്നുമില്ല, ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. സോ എഡിറ്റിംഗ് ഒന്നുമില്ല, സോ ഡയറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. സോ നമുക്ക് ഏതിലാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് തന്നെ നോക്കാം. സോ ഗോൾഡിന്റെ കറന്റ് ചാർട്ട് 4 അവർ ചാർട്ട്. സോ CRT നോക്കുമ്പോൾ നിങ്ങൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ 4 അവർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 അവർ എടുക്കുക, അല്ല 1 ഡേ എടുക്കുക. ഈ രണ്ട് ടൈം ഫ്രെയിമിലാണ് CRT മെയിൻ ആയിട്ട് വർക്ക് ആവുന്നത്. സോ നമ്മളെ സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിംസ് ആയിട്ടുള്ളത് 4 അവറിലാണെങ്കിൽ 15 മിനിറ്റ് നോക്കുക, 1 ഡേ ആണെങ്കിൽ 1 അവർ നോക്കുക. ഓക്കെ, സോ അത് നമ്മൾ അടുത്ത പാർട്ട് പറയാം. ഇപ്പൊ നമ്മൾ 4 അവർ ആണ് നോക്കുന്നത്. നിങ്ങളുടെ ടൈം ഫ്രെയിം ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈം ഫ്രെയിം എടുക്കാം. സോ ഞാൻ മെയിൻലി ഇവിടെ 4 അവർ ആണ് എടുക്കുന്നത്. ഞാൻ 4 അവറിലാണ് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയും നോക്കാം. ഓക്കെ, പക്ഷേ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ ട്രെൻഡും. സോ മാർക്കറ്റിലെ ട്രെൻഡ് എങ്ങടാണോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ മാർക്കറ്റ് ഇവിടെ അപ് ട്രെൻഡ് ആണ്. സോ ഈ അപ് ട്രെൻഡിൽ നിങ്ങൾ ഇവിടെ വേണം ട്രേഡ് കണ്ടെത്താൻ. സോ നമ്മൾ CRT എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ കിട്ടുന്ന ഒരു ട്രേഡാണ്. ഓക്കെ, സോ അടുപ്പിച്ച് ട്രേഡ് കിട്ടാനുള്ള ഒരു സാധ്യതയും CRTയിൽ ഇല്ല. പിന്നെ നിങ്ങൾ ട്രെൻഡ് ഒന്നും നോക്കാതെ നിങ്ങൾ തോന്നിയ വഴിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും, അതിന്റെ ആക്യുറസി പറ്റ കുറയും ചെയ്യും. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ 4 അവറിൽ എങ്ങനെ നമുക്ക് ട്രേഡ് കണ്ടെത്താം. സോ 4 അവർ ഞാൻ എടുത്തു. 4 അവറിൽ ഞാൻ ഇവിടെ ട്രേഡ് നോക്കുകയാണ്. സോ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ടോ, അതിന്റെ പ്രീവിയസ് ക്യാൻഡിൽ ഏറ്റവും വലിയ ക്യാൻഡിലും ആയിരിക്കണം. അതായത് ഇപ്പോ അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടെത്തുക എങ്ങനെയാ. സോ ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേ. സോ ഇവിടെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ അടിഭാഗം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ അവിടെ നമുക്ക് ട്രേഡ് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാ അറിയോ? കാരണം ഈ ഒരു ക്യാൻഡിൽ വളരെ ചെറിയ ക്യാൻഡിൽ ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ട്രേഡ് കിട്ടില്ല. സോ അങ്ങനത്തെ ക്യാൻഡിൽസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്യാൻഡിൽസ് നോക്കണം. സോ വലിയ ക്യാൻഡിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ അടുത്തൊന്നും ഇവിടെ ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. സോ വലിയ ക്യാൻഡിൽ എവിടെ? വലിയ ക്യാൻഡിൽ ഓക്കെ. സോ അതാ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ട്രേഡ് എങ്ങനെ നോക്കുക അറിയോ? സോ ഇവിടെ നമ്മൾ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലിന്റെ ഇത് ഡൗൺ ട്രെൻഡ് ആണ് കേട്ടോ. സോ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നുണ്ടോ നോക്കണം. സോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്, കാരണം ഈ ഒരു ക്യാൻഡിലിന്റെ അടിഭാഗം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് എടുത്തിട്ടില്ലേ. സോ ഈ ഒരു ക്യാൻഡിൽ നോക്കുക, ഈ ഒരു ക്യാൻഡിൽ നോക്കിയിട്ട് നോക്കി വെക്കുക കേട്ടോ. സോ ഈ ഒരു ക്യാൻഡിൽ നോക്കി വെക്കുക മെയിൻ ആയിട്ട്. ഇനി ബാക്കി വരുന്നത്, ഇതിന്റെ ബാക്കി വരുന്ന ഒക്കെ അടുത്ത പാർട്ടിലാണ് വരിക. സോ ഈ ഒരു ക്യാൻഡിൽ നോക്കി വെക്കാം. സോ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതില് വിക്ക് ഉണ്ടോന്നാണ്. സോ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വിക്ക് ഇല്ല. സോ വിക്ക് ഇല്ലാത്തത് നമ്മൾ അധികം എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ഓൾറെഡി ഇവിടെ ഈ ഒരു സ്വീപ്പ് നടന്നു, അതിന്റെ അടിയിൽ ഈ ഒരു സ്വീപ്പും കൂടി നടന്നു. സോ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, സോ ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ SL ഹിറ്റ് ചെയ്തു. സോ നമ്മൾ എപ്പോഴും വിക്ക് ഉള്ള ക്യാൻഡിൽസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. ഓക്കെ,
സോ ഇവിടെ നമ്മൾ നോക്കുകയാണ്. സോ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ഒരു ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിൽ വന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് സ്വീപ്പ് ചെയ്തു മാർക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് കയറിപ്പോയി. സോ ഈ ഒരു ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് 50 മിനിറ്റിൽ പോയിട്ട് നമ്മൾ കൺഫർമേഷൻ നോക്കണം. സോ അത് അടുത്ത പാർട്ടിലാണ് ഇടുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻലി ഇത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ 4 ഹവറിൽ ഇത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് വിക്കുള്ള ക്യാൻഡിൽസ്, എത്ര വലിയ ക്യാൻഡിൽ ആയിക്കോട്ടെ, വിക്കുള്ള ക്യാൻഡിൽസിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആണ് നടക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതായിട്ട്. എന്നിട്ട് ഇത് 50 മിനിറ്റിൽ പോയി നോക്കിയിട്ട് എവിടെയാണോ കൺഫർമേഷൻ കിട്ടുന്നത്, കൺഫർമേഷൻ എങ്ങനെയാന്നുള്ളത് അടുത്ത പാർട്ടിൽ ഞാൻ പറയും. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് ഞാൻ കൺഫർമേഷൻസ് എങ്ങനെയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അറിയാവുന്നവർ പോയി നോക്കി നോക്ക്. ഓക്കെ, സോ ഇതിൽ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്ന് എൻട്രി എടുക്കണം, എവിടെ എസ് എൽ വെക്കണം എന്നൊക്കെ അടുത്ത പാർട്ടിലാണ്. ഇതൊരു ബേസിക് വീഡിയോ മാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കാൻ വരരുത്. അടുത്ത പാർട്ട് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു ബേസിക് വീഡിയോ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. സോ ഇതിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോഴും അതേപോലെ തന്നെ ടി പി വെക്കുമ്പോഴും എസ് എൽ വെക്കുമ്പോഴും ഒക്കെ നമ്മൾ നോക്കണം നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റും അതേപോലെ തന്നെ എസ് എൽ ഒക്കെ കണക്കായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. എങ്ങനെ എസ് എൽ കൂടുതലും ടി പി കുറവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി നമ്മൾ എടുക്കാൻ പോകരുത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഈ 2 നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. സോ ഇതിന്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും വിക്കുള്ള ക്യാൻഡിൽസിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് വേണം നടക്കാൻ. ഇനി ഒരു ഉദാഹരണം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞുതരാം. എന്താ, സോ ഇവിടെ അപ് ട്രെൻഡ് ആവുന്നുണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്തു? ഇത് ഈ ഒരു ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തു. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എടുത്തില്ലേ? സോ ഇവിടെയൊക്കെ നമ്മൾ എന്ത് നോക്കണം? മാർക്കറ്റ് നമുക്ക് എസ് എല്ലും ടി പിയും തരുന്നത് എങ്ങനെയായിരിക്കണം? എസ് എൽ കൂടുതലും ടി പി കുറവായ എൻട്രി എടുക്കാൻ പോകരുത്. സോ ഇവിടെ 4 ഹവറിലുള്ള കേസാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ 1 ഡേയിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ആക്യുറസി ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ട്രേഡ് കിട്ടുന്നത് കുറയും, വളരെ നന്നായിട്ട് കുറയും. വളരെ നന്നായിട്ട് കുറയും. സോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എൻട്രി എടുക്കാൻ. അതേപോലെ തന്നെ നോക്കിയും കണ്ടും എൻട്രി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി വാലും വെള്ളത്ത് കിട്ടും. സോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് വല്ല എൻട്രി ഉണ്ടോ നോക്കാം. സോ 1 ഡേയിലാണ് കേട്ടോ. 1 ഡേയില് വിക്ക് ആയിട്ടുള്ള ഒന്നുമില്ല, ഒരു സംഭവം ഇല്ല. സി ആർ ടി വളരെ എന്താ പറയുക, വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു കേസാണ് സി ആർ ടി. ഇപ്പോഴത്തെ ക്യാൻഡിൽസിലൊന്നും സി ആർ ടി കിട്ടുന്ന തന്നെ അല്ല. സോ ഇവിടെ വിക്കില്ലാതെയൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും നമുക്ക് എൻട്രി പോസിബിൾ ആയിട്ട് വരുന്നില്ല. സോ ഫസ്റ്റ് പാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 4 ഹവർ നോക്കുന്നതായിരിക്കും ഒന്നും കൂടി ഉചിതം. 4 ഹവറിലാണ് ഒന്നും കൂടി എൻട്രീസ് കൂടുതലായിട്ട് കിട്ടുക. സോ വിക്ക് നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ. സോ ക്യാൻഡിൽസ് ചെറുതായിരിക്കും, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും കണ്ടും എടുക്കുക. സോ ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പാർട്ടിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയും കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ട്രേഡ് കിട്ടും. ഇതിലുള്ള ട്രേഡ്സും കാര്യങ്ങളും കിട്ടും. അടുത്ത പാർട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.